ഇന്നലെ ഞാൻ കുറച്ച് പായസം വെച്ചിരുന്നു, സേമിയ പായസമാണ് വെച്ചാൽ. അത് വെച്ച് നമുക്കൊരു ഐസ് ലോലി ഉണ്ടാക്കിയാലോ? ഇതേപോലത്തതിൽ നമുക്ക് ഐസ് ലോലി ഉണ്ടാക്കാം. 2 ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 4 പേരല്ലേ ഉള്ളൂ. അപ്പം 4 എണ്ണത്തിൽ നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതിപ്പം സേമിയ പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാണിക്കേണ്ട കാര്യം വരുന്നില്ല, കാരണം എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇങ്ങനെ ഐസ് ലോലി ഉണ്ടാക്കി കാണിക്കാം. ഇനി നമുക്ക് ഇത് ക്യാപ്പ് വെച്ച് കൊടുക്കാം. മറ്റേതായിട്ട് വെച്ച് കൊടുക്കാം. അത് വേറെ ഷേപ്പാണ്. ഇതും അതിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. 4 എണ്ണത്തിൽ ഐസ് ലോലി ആവാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റിയിട്ട് നാളെ എടുക്കാം. അപ്പോൾ നാളെ കാണാം. അങ്ങനെ നമ്മുടെ സേമിയ ഐസ് ലോലി ഓർ സേമിയ പോപ്സിക്കൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. വെള്ളം വെച്ചൊന്ന് കഴുകിയിട്ട് വരാം, അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് വിട്ട് വരും. ഒന്ന് കഴുകിയിട്ടുണ്ട്, അപ്പോഴത്തേക്ക് പെട്ടെന്ന് വിട്ട് വരും. ഞാനത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കട്ടെ. ആഹാ, നോക്കണം. സൂപ്പർ അല്ലേ? സൂപ്പർ. നല്ല ടേസ്റ്റ്. അങ്ങനെ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് തുറക്കാം. ഇനി ഇതിലൊന്നുണ്ട്, ഞാൻ 4 എണ്ണമാണ് ആകെ വെച്ചത്. നമ്മളിവിടെ 4 പേരല്ലേ ഉള്ളൂ. രാജുട്ടിപ്പോൾ വരും. രാജുട്ടൻ റൂമിലായിരുന്നു, ഇപ്പോൾ ഞാൻ വിളിച്ച് പൊഞ്ഞാട്ട് വരും. രാജുട്ടിനും കൂടെ കൊടുത്ത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സേമിയ ഐസ് ലോലി അഥവാ സേമിയ പോപ്സിക്കൽ കഴിക്കാനായിട്ട് ആജൂട്ട് എത്തിയിട്ടുണ്ട്. കഴിച്ചു. നല്ല ടേസ്റ്റ്. പായസം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഓരോന്ന് ഫ്രീസറിൽ നിന്നെടുത്ത് കഴിക്കാൻ പറ്റും. ചൂട് സമയത്ത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.